നമസ്കാരം. നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും അവസാനത്തെ ഭാഗത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സർവേ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ സർവേയുടെ ദോഷങ്ങൾ എന്ന ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സർവേയുടെ ഗുണങ്ങൾ പഠിച്ചിരുന്നു. ഞാനിപ്പോൾ ഇന്ന് ആ ക്ലാസ്സിൽ ഇതും കൂടെ ഒന്ന് ചേർത്തുകൊണ്ട് പറയുന്നു. കാരണം ദോഷങ്ങൾ പറയുമ്പോൾ നേരത്തെ എന്ത് പറഞ്ഞു എന്നൊന്ന് മനസ്സിലാക്കണമല്ലോ എന്നുള്ള ഒരു ധാരണയിൽ. സർവേയുടെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ സമയം വളരെ കുറവ് മതി എന്നുള്ളതാണ്. ചെലവ് കുറവ് മതി. കാരണം വലിയൊരു വിഭാഗത്തിനെ കുറിച്ച് കുറഞ്ഞ ചെലവിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ വലുതായാൽ ജനസംഖ്യയുടെ പ്രതിനിധീകരിക്കാനുള്ള സാധ്യത കൂടുന്നു. വലിയ സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുവാൻ നല്ലതാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗുണങ്ങളിൽ പറഞ്ഞത്. നമ്മൾ ദോഷങ്ങളിലേക്ക് പോകുകയാണ്. ദോഷം എന്ന് പറയുന്നത് വ്യാപകമായ പഠനം നടത്താമെങ്കിലും ഫീൽഡ് വർക്ക് പോലെ ആഴത്തിൽ പഠിക്കാൻ പര്യാപ്തമല്ല. നമുക്ക് വലിയ സമൂഹത്തെക്കുറിച്ചൊക്കെ പഠിക്കാം, പക്ഷേ ഫീൽഡ് വർക്കിൽ ചെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് പോയി തങ്ങി അവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാനായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ജസ്റ്റ് ഒന്ന് പോകുന്നു, ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു, ചോദ്യാവലി കൊടുക്കുന്നു, അവരതിന് ഉത്തരം എഴുതി തരുന്നു. ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഗവേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ കളക്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് സർവേ മെത്തേഡിനകത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊന്നും തന്നെ ഡീപ്പ് അല്ല എന്നുള്ളതാണ്. വളരെ ആഴത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്. സർവേ ഓഫേഴ്സ് ദ പോസിബിലിറ്റി ഓഫ് വൈഡ് കവറേജ് ബട്ട് ദേ ആർ നോട്ട് വെരി ഡീപ്പ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ഇൻ ഡെപ്ത് ഇൻഫർമേഷൻ ഫ്രം ദ റെസ്പോണ്ടൻസ്. ആഴത്തിൽ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ജസ്റ്റ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ ഉത്തരങ്ങൾ നൽകുന്നു, നമ്മൾ അത് വാങ്ങിയിട്ട് വരുന്നു. അങ്ങനെയാണ് സർവേ എന്ന് പറയുന്നത്, അല്ലേ? മറ്റത് അങ്ങനെയല്ല. ഫീൽഡ് വർക്ക് നമ്മൾ അവരുടെ ഒപ്പം വി ആർ ഗോയിങ് ടു ലീവ് വിത്ത് ദം, വി ആർ സ്റ്റേയിങ് വിത്ത് ദം ഫോർ മെനി ഇയേഴ്സ് ആൻഡ് ദെൻ വി ആർ ഒബ്സർവിങ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിവരം പോലെ അത്ര ഒരു ഡീപ്പായിട്ടുള്ള വിവരമായിരിക്കില്ല സർവേയിൽ നിന്നും കിട്ടുന്നത്. സർവേയിൽ നമ്മൾ പ്രതികർത്താവുമായിട്ട് ഒരു നിമിഷ നേരത്തെ ബന്ധം മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. 2, ഒരേ ചോദ്യാവലി വ്യത്യസ്ത ഗവേഷണ സംഘാംഗങ്ങൾ ചോദിക്കുമ്പോൾ രീതിയിൽ വ്യത്യാസം വരാം. അത് ലഭിക്കുന്ന ഉത്തരങ്ങളെ ബാധിക്കുന്നു. അതായത് ചിലപ്പോൾ നമ്മൾ ചോദ്യാവലി അവരുടെ കയ്യിൽ കൊടുക്കാതെ നമ്മൾ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം എഴുതുന്ന ഒരു സർവേയും ഉണ്ട്. അങ്ങനെ സർവേ നടത്തുമ്പോൾ ചിലപ്പോൾ പല ആളുകളും ആ ചോദ്യങ്ങളെ ചോദിക്കുന്ന രീതികൾ ചിലപ്പം തന്നിരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കില്ല ചോദിക്കുന്നത്, അല്ലേ? അപ്പൊ ശരിയായിട്ട് ഗവേഷണ സംഘത്തിലെ അംഗങ്ങൾക്ക് അർത്ഥം മനസ്സിലാകാതെയൊക്കെ പല രീതിയിൽ പല ആളുകൾ ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ വിവരത്തെക്കുറിച്ച് തന്നെ പല ആൾക്കാർ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരവും അതുപോലെ ചിലപ്പം വ്യത്യസ്തമായിരിക്കാം, അല്ലേ? ഒരു ചോദ്യം വായിച്ചിട്ട് ഒരു ഗവേഷക സംഘത്തിലുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പം മനസ്സിലാകുന്നത് പോലെ ആകണമെന്നില്ല മറ്റൊരു വ്യക്തി അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അതിനെ മനസ്സിലാക്കാതെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങളും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത് എന്ന് പറയുന്നത് സർവേയുടെ ഒരു വലിയ ഒരു പരിമിതി തന്നെയാണ്. കാരണം നിരവധി പേരാണ് സർവേ എന്ന് പറയുന്ന ഗവേഷണ ഗ്രൂപ്പിനകത്തുള്ളത്. ഉത്തരം രേഖപ്പെടുത്തുമ്പോൾ തെറ്റുകൾ വരാം. ആഫ്റ്റർ ഗിവിംഗ് ദ ക്വസ്റ്റ്യനെയർ വി ആർ റൈറ്റിംഗ് ഡൗൺ ദ ആൻസേഴ്സ്. Okay, then when we write it down or when we note it down, there may come mistakes. ഉത്തരം രേഖപ്പെടുത്തുമ്പോൾ തെറ്റുകൾ വരുവാനുള്ള സാധ്യത കാണുന്നു. സർവേയിൽ വരുന്ന തെറ്റ് മുൻകൂട്ടി കാണാനോ തടയാനോ നമുക്ക് സാധിക്കുന്നില്ല. ബട്ട് ഇൻ ഫീൽഡ് വർക്ക് എങ്ങനെയാണ്? നമുക്ക് തെറ്റ് ഇന്നലെ നമ്മൾ നോക്കിയത് തെറ്റാണ്, നാളെ വേറൊരു രീതിയിലായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് തെറ്റുകളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് സർവേ വി കനോട്ട് ഫൈൻഡ് ഔട്ട് whether the answer was wrong or whether the way of asking was wrong or whether the recording of answers were wrong. ഒന്നും നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നൈമിഷികമായ നേരത്തുള്ള ബന്ധം മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാകുന്നുള്ളൂ പ്രതികർത്താവുമായിട്ട്. ചോദ്യാവലി കൈകാര്യം ചെയ്യുന്നത് ഗവേഷകരല്ലാത്തതിനാൽ തിരുത്തലുകൾ, മാറ്റങ്ങൾ എന്നിവ അസാധ്യവുമാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഒരു ചീഫ് ഇൻവെസ്റ്റിഗേറ്റർ, മെയിൻ ഗവേഷകനായിരിക്കാം. അത് കഴിഞ്ഞ് അസോസിയേറ്റ്സ് ഉണ്ട്, സഹായികളുമുണ്ട്, അസിസ്റ്റൻസുമുണ്ട്, അല്ലെ? അസോസിയേറ്റ്സ് ആൻഡ് അസിസ്റ്റൻസ് ഇവരൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം ചോദ്യം കൃത്യമായിട്ട് ചോദിച്ചില്ലെങ്കിൽ, ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ചോദിച്ചാൽ
അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തെറ്റ് വന്നാൽ അത് കണ്ടുപിടിക്കുവാനും ഒക്കെ സർവേയിൽ ബുദ്ധിമുട്ടാണ്. ചോദ്യാവലി കൈകാര്യം ചെയ്യുന്നത് ഗവേഷകരല്ലാത്തതിനാൽ തിരുത്തലുകൾ, മാറ്റങ്ങൾ എന്നിവ അസാധ്യമാണ്. വി കനോട്ട് കറക്റ്റ് ഓർ മോഡിഫൈ വൈൽ വി കണ്ടക്ട് ദാറ്റ് സർവേ. ആ സമയത്ത് നമുക്ക് തിരുത്തൽ വരുത്തുവാൻ സാധ്യമല്ല. ബിക്കോസ് ദ പേഴ്സൺ ഹു ഹാൻഡിൽഡ് or person who set or made the question is different. He is the main investigator or the chief investigator, and the person who is asking the question is the assistant or associate. അപ്പോൾ അസിസ്റ്റന്റിനോ അസോസിയേറ്റിനോ തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തുക എന്ന് പറയുന്നത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. അത്രയുമാണ് അതിൻ്റെ ദോഷം. പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗം വരുന്നുണ്ട്, ഇത് ക്വസ്റ്റ്യനെയറുമായിട്ട് ചോദ്യാവലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സർവേ നടത്തുമ്പോൾ നമ്മൾ ചോദ്യാവലികൾ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. ഈ ചോദ്യാവലികൾ അഥവാ ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചില പിശകുകളൊക്കെ ഉണ്ടാകാം. എത്ര നമ്മൾ ഗവേഷണം നടത്തി ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്താലും ചിലപ്പോൾ അതിനകത്ത് ചെറിയ ചോദ്യങ്ങളിൽ ചെറിയ പിശകുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന പിശകിനെയാണ് സാമ്പിളിംഗ് ഏതര പിശക് എന്ന് പറയുന്നത്. ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന പിശകിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ് ഏതര പിശക് എന്ന് പറയുന്നത്. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയും. When we prepare the questionnaire, there may come some slight errors, and that errors are known as നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നമ്മൾ വേറൊരു എറർ പഠിച്ചു. എന്തായിരുന്നു? വേറെ എന്ത് എററായിരുന്നു പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എററിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? എന്താണ്? ചെറിയ എറർ, മാർജിൻ ഓഫ് എറർ അല്ലെങ്കിൽ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പിശകിനെയാണ് സാമ്പിളിംഗ് പിശക് എന്ന് പറയുന്നത്. ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന പിശകിനെയാണ് സാമ്പിളിംഗ് ഏതര പിശക് എന്ന് പറയുന്നത്. When we select a sample, there comes some slight errors, and that is sampling error. And when we prepare a questionnaire, there comes some slight errors, that is non-sampling errors. മനസ്സിലായല്ലോ? ഇനി ഒരു സർവേയുടെ വിജയപരാജയം അതിൻ്റെ ചോദ്യാവലിയെ ആശ്രയിച്ചിരിക്കുന്നു. സർവേയിൽ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് ക്വസ്റ്റ്യനെയർ അഥവാ ചോദ്യാവലി എന്ന് പറയുന്നത്. When we prepare the questionnaire, we should be very careful, and the researcher is the one who is preparing the questionnaire. അപ്പോൾ സർവേയുടെ സക്സസ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യനെയർ ആണ്. ഇനി ചോദ്യങ്ങൾ ചിട്ടപ്പെടുത്തിയതും ആശയക്കുഴപ്പമില്ലാത്തതും വ്യക്തവുമാകണമെങ്കിൽ മാത്രമേ സർവേ വിജയിക്കുന്നുള്ളൂ. ചോദ്യം ചോദിക്കുന്നത് മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് when we prepare the questionnaire, we should take utmost care, and those questions should be arranged and without confusion. ക്ലിയറുമായിരിക്കണം, വേഗമായിരിക്കരുത്, ക്ലിയറുമായിരിക്കണം, അതുപോലെ കൺഫ്യൂഷൻ ഇല്ലാത്തതും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാമ്പിളിംഗ് ഏതര പിശകാണ്. ഇത് ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പുറത്ത് പറഞ്ഞ സാമ്പിളിംഗ് പിശകും സാമ്പിളിംഗ് ഏതര പിശകും ചിലപ്പോൾ ഒന്നിച്ചൊക്കെ ചോദിക്കുവാനും സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ സർവേയുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വരുന്ന നമ്മുടെ റിസർച്ച് മെത്തേഡാണ് അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ. വാട്ട് ഈസ് ഇൻ്റർവ്യൂ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ ഇസ് എ മെത്തേഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ സോഷ്യോളജി ടു കളക്ട് ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് ദ വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഇൻ സോഷ്യോളജി, ആൻഡ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ ഓറലി. വി ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഓറലി. ഓക്കെ, വാമൊഴിയായി വിവരം ശേഖരിക്കുന്ന രീതിയാണ് അഭിമുഖം എന്ന് പറയുന്നത്. വാമൊഴിയായി, വാ കൊണ്ട് ഓറലി വിവരം ശേഖരിക്കുന്ന രീതിയാണ് അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ആൻ ഇൻ്റർവ്യൂ യു ക്യാൻ സീ എ ഇൻ്റർവ്യൂവർ. ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ഒരാൾ, അയാളാണ് ഗവേഷകൻ, റിസർച്ചർ ഉണ്ട്. ഒരു റെസ്പോണ്ടൻ്റ് അഥവാ പ്രതികർത്താവും ഉണ്ടായിരിക്കും. ഒരു ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് ഒരു അഭിമുഖം എന്ന് പറയുന്നത്. An interview is basically a conversation between the researcher and the respondent. An interview is basically a conversation between the researcher and the respondent. Clear? Okay, so we discussed what is interview, and interview is the most widely used method
in sociology to collect information, and it is the method of collecting information orally. വാമൊഴിയായി വിവരം ശേഖരിക്കുന്ന രീതിയാണ് അഭിമുഖം. There is a researcher and a respondent in an interview. An interview is basically a conversation between the researcher and the respondent. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് എന്ത് അഭിമുഖം എന്ന് പറയുന്നത്. അഭിമുഖം നടത്താൻ പരിശീലനവും കഴിവും ആവശ്യമാണ്. വെറുതെ പോയി ആർക്കും അഭിമുഖം നടത്താൻ പറ്റില്ല. We have to be skilled enough. Okay, we have to get practice. We need practice and we should have skill to become a good interviewer. അഭിമുഖം നടത്താൻ പരിശീലനവും കഴിവും ആവശ്യമാണ്. There are two types of interviews: structured interview and unstructured interview. ചിട്ടപ്പെടുത്തിയതും ചിട്ടപ്പെടുത്താത്തതും. അഭിമുഖം രണ്ട് തരം: ചിട്ടപ്പെടുത്തിയതും ചിട്ടപ്പെടുത്താത്തതും. ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ, അഭിമുഖത്തിനെ കുറിച്ച് വിവരിക്കാൻ 8 മാർക്കിന് ചോദ്യം ചോദിക്കാം. പിന്നെ ചെറിയ മാർക്കുകൾക്ക് എന്താണ് അഭിമുഖം എന്ന് ചോദിക്കാം, 2 മാർക്കിനൊക്കെ ചോദിക്കാം. ചെറിയ മാർക്കിലും ചോദിക്കാം അഭിമുഖത്തിൻ്റെ തരങ്ങൾ ഏതെല്ലാം വിവരിക്കുക, 4 മാർക്കിനൊക്കെ ചോദിക്കാം. മുഴുവൻ അഭിമുഖം, ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് ഈ അഭിമുഖം മുതൽ അവസാനം വരെ 8 മാർക്ക് 6 മാർക്കുകൾക്ക് ചോദിക്കാം. തരങ്ങൾ 4 മാർക്കിന് ചോദിക്കാം. ഗുണങ്ങൾ ദോഷങ്ങൾ 6 മാർക്കിന് ചോദിക്കാം. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് 6 മാർക്കിന് ചോദിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ അഭിമുഖം 2 തരം: സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. സർവേയിൽ നമ്മൾ പറഞ്ഞു വി പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നു. ഇവിടെ വേണമെങ്കിൽ ചോദ്യങ്ങൾ തയ്യാറാക്കി വയ്ക്കാം, ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ മനസ്സിലടുക്കി വെച്ചിട്ട് നമുക്ക് അഭിമുഖം നടത്താൻ പോകാം. ഓക്കെ, വെൻ യു ഗോ ഫോർ ആൻ ഇൻ്റർവ്യൂ, വെൻ യു കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ, യു ഹാവ് ടു അറേഞ്ച് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഷുഡ് ബി ആസ്ക്ഡ് ടു ദി റെസ്പോണ്ടൻറ്റിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ അടുക്കി വയ്ക്കണം. അല്ലെങ്കിൽ എന്താണ് മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് ആയിട്ട് പോകുക, അടുക്കമൊന്നുമില്ല, ഇതാണ് ടോപ്പിക്ക്, ഇന്ന കാര്യങ്ങൾ അറിയണം എന്ന് വിചാരിച്ചു കൊണ്ടും നമുക്ക് അഭിമുഖം നടത്താൻ പോകാം. അപ്പോൾ അത് രണ്ടുമാണ് അതിൻ്റെ തരം. ആ ചിട്ടപ്പെടുത്തിയത് മീൻസ് സ്ട്രക്ചേർഡ്, ചിട്ടപ്പെടുത്താത്തത് മീൻസ് അൺസ്ട്രക്ചേർഡ്. നമുക്ക് നോക്കാം. ചിട്ടപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ ഔപചാരികമായ ഒന്നാണ്. ഔപചാരികമായ ഒന്നാണ്. ഇവിടെ ഒരു എഴുതാൻ മറന്നുപോയി. ഔപചാരികമായ ഒന്നാണ് ചിട്ടപ്പെടുത്തിയ അഭിമുഖം എന്ന് പറയുന്നത്. ചിട്ടപ്പെടുത്താത്ത അനൗപചാരികമാണ്. 2, ഗവേഷകൻ അഭിമുഖത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്രമമനുസരിച്ച് നേരത്തെ തയ്യാറാക്കി വയ്ക്കുന്നു. ചോദ്യങ്ങൾ ക്രമത്തിൽ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള വിവരങ്ങൾ വിശ്വാസയോഗ്യമെന്ന് കരുതുന്നു. കാരണം നമ്മൾ എന്താണ് നമ്മുടെ ടോപ്പിക്ക്, എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് നമ്മൾ ഗവേഷണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ അടുക്കി വച്ചിട്ട് വി ആർ ആസ്കിങ് the questions to the respondent systematically. The researcher is interviewing the respondent by asking the questions that are already arranged systematically by the researcher. Clear? And the information that we are getting through these type of information is considered as more reliable than any other information because we have a plan. We arrange the questions and we are systematically asking the questions. Then the other one is അനൗപചാരികം, അൺസ്ട്രക്ചേർഡ് വൺ, ചിട്ടപ്പെടുത്താത്തത്. അത് അനൗപചാരികമായ ഒന്നാണ്. ഗവേഷകനും പ്രതികർത്താവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെങ്കിൽ ഈ രീതി നടത്താം. ഇത് നല്ല ക്ലോസ് റിലേഷൻഷിപ്പൊക്കെ ഉള്ള ആളുകളുമായിട്ട് ആളുകളിൽ നമ്മൾ പഠനം നടത്തുമ്പോൾ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് അൺസ്ട്രക്ചേർഡ് മെത്തേഡ്. ചിട്ടപ്പെടുത്താത്തത് നമുക്ക് അനൗപചാരികമായ ഇൻ്റർവ്യൂ നടത്തുവാൻ, അഭിമുഖം നടത്തുവാൻ ഉപയോഗിക്കാം. അവിടെ ഗവേഷകനും പ്രതികർത്താവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെങ്കിലാണ് ഈ രീതി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നെക്സ്റ്റ് മെത്തേഡല്ല, ഇനി നമ്മൾ അഭിമുഖത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയാം. അഭിമുഖത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ആവശ്യമെങ്കിൽ അടുക്കി വച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് വേണമെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ നമുക്ക് ഒരു വഴക്കമുണ്ട്, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിയാലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് interview method. Okay, so a major advantage of interview is its flexibility, and the very same flexibility makes interview vulnerable to the changes of the moods on the part of the respondent. ഇങ്ങനെ ചിലപ്പം വഴക്കം വച്ചിട്ട് ഫ്ലെക്സിബിലിറ്റി വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കയറി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റെസ്പോണ്ടൻറ്റിന് ദേഷ്യം വരാം, മനസ്സിലായോ, ബോറടിക്കാം, അല്ലെങ്കിൽ ആൻസർ പറയാൻ ഇഷ്ടമില്ലാതെയൊക്കെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടി വി തന്നെ കണ്ടിട്ടില്ലേ, ചില ഫിലിം സ്റ്റാർസിൻ്റെ അടുത്തൊക്കെ ചില ആൾക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ
പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു. പ്ലാൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ടു ആസ്ക് എനിത്തിങ് ആണ് അല്ലേ. അപ്പം ചിലപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ റെസ്പോണ്ടൻറ്റിന് ഇഷ്ടമാകാതെ വന്നു കഴിഞ്ഞാൽ, പ്രതികർത്താവിന് ഇഷ്ടമാകാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് അയാളുടെ മൂഡ് നശിപ്പിക്കാം. അത് നമ്മുടെ ഇൻ്റർവ്യൂവിനെ ബാധിക്കുന്നു. അഭിമുഖത്തിൻ്റെ ഗുണം അതിൻ്റെ വഴക്കമാണ്. ഗവേഷകന് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പല രീതിയിൽ ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് ലഭിച്ച വിവരങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കാം. ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലേ. അയാൾ പോലും അറിയാതെ നമ്മൾ അതേ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നു. സംഭാഷണ പുരോഗതി നോക്കി നമുക്ക് ക്രമത്തിലും വേണമെങ്കിൽ മാറ്റം വരുത്താം. നമ്മൾ ചോദിച്ച ചോദ്യം ചിലപ്പം നമ്മൾ ആൾറെഡി പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന ക്രമത്തിൽ നിന്നൊന്നും മാറിപ്പോയാലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള ഒരു ഫ്രീഡം ഇൻ്റർവ്യൂ മെത്തേഡിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഇൻ്റർവ്യൂ മെത്തേഡ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് മെത്തേഡുകളൊക്കെ ഫെയില്യൂർ ആവുമ്പോഴായിരിക്കും ഈ ഇൻ്റർവ്യൂ മെത്തേഡ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ ഒപ്പം ചേർത്തുകൊണ്ടും നമുക്ക് ഇൻ്റർവ്യൂ മെത്തേഡ് ഉപയോഗിച്ച് കാര്യങ്ങളെ പഠിക്കുവാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി പ്രതികർത്താവിൻ്റെ മനോഭാവം നോക്കി ചോദ്യങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി റെസ്പോണ്ടൻറ്റ് വി ക്യാൻ ആഡ് മോർ ക്വസ്റ്റ്യൻസ്. ചോദിച്ചുകൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലായോ ഇതും കൂടെ ചോദിക്കാമെങ്കിൽ ദെൻ അഗെയിൻ depending upon the mood, attitude of the respondent, we can add more questions or we can reduce the question. അയാൾ ദേഷ്യം വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എവിടെയുണ്ട്, ഇൻ്റർവ്യൂ മെത്തേഡിനുണ്ട്. സോ ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഓൺ ആൻഡ് ഓൺലി പ്ലസ് പോയിന്റ് ഈസ് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. ആൻഡ് that is a major advantage of interview method. Flexibility is the major advantage of interview method. അപ്പോൾ അതാണ്. ഇനി ദോഷങ്ങൾ എന്താണ്? അഭിമുഖത്തിലെ വഴക്കങ്ങൾ തന്നെ അങ്ങനെ അതിന് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് ചിലപ്പം നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ പ്രതികർത്താവിനെ മുറിപ്പെടുത്താം, അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കാം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സങ്കടങ്ങൾ വരാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ചിലവ് കൂടുതലാണ്. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നു, ഗവേഷകൻ റെഡിയാകുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു, അപ്പം ചിലവ് കൂടുതലാണ്. അങ്ങനെ നമുക്കൊരു 1000 പേരെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇറ്റ്സ് എക്സ്പെൻസീവ് അല്ലേ. ഒരുപാട് പേരെ കുറിച്ച് പഠിക്കുമ്പം ചിലവ് ഇൻ്റർവ്യൂ മെത്തേഡിൽ കൂടുതലാണ്. നമുക്ക് 1000 പേരെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ഭീമമായ ഒരു ചിലവായിരിക്കും. നേരെ മറിച്ച് സർവേ ആണെങ്കിൽ എന്താണ്, ഈ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ട് ചോദ്യാവലി ഉണ്ടാക്കിയിട്ട് അവരുടെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതിയാകും. അപ്പോൾ അത്രയും ചിലവുണ്ടാകുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ പരിശീലനം ലഭിച്ച ഗവേഷകന്മാരും ആവശ്യമാണ്. അതും ഇതിൻ്റെ ഒരു ദോഷമാണ്. പരിശീലനം ലഭിക്കാത്ത ഗവേഷകന്മാർ വന്ന് ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അവിടെ പ്രതികർത്താവിൻ്റെ മൂഡ് മോശമാകുവാനും ചിലപ്പം ഈവൻ ഇൻ്റർവ്യൂ സമയത്ത് അടി പോലും കിട്ടിയിട്ട് പോയിട്ടുള്ള കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മൂഡ് ഓഫ് the respondent, and at the same time the person who is asking, the researcher, the person who is asking the question, that is researcher should be an expert in asking questions എന്നുള്ളതാണ്. എക്സ്പേർട്ട് ആയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു എന്താ പറയുക റിസൾട്ട് കിട്ടൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അഭിമുഖത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഇനി അഭിമുഖം എങ്ങനെ നമുക്ക് രേഖപ്പെടുത്താം എന്നുള്ളതാണ്. അഭിമുഖം രേഖപ്പെടുത്തുന്ന രീതികൾ. അഭിമുഖം രേഖപ്പെടുത്തുന്ന രീതി എങ്ങനെയാണ്? നമുക്ക് വേണമെങ്കിൽ ഇപ്പം ചിട്ടപ്പെടുത്താത്ത അഥവാ അൺസ്ട്രക്ചേർഡ് മെത്തേഡിൽ വി ആർ ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. വി ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ, അത് എഴുതി വയ്ക്കാം. ചിലപ്പോൾ ചിലരെന്ത് ചെയ്യുന്നു, ആ സമയത്ത് എഴുതാതെ പിന്നെ അവർ മെമ്മറിയിൽ നിന്നും അതിനെ എടുത്തിട്ട് എഴുതി വയ്ക്കാറുമുണ്ട്. ഓക്കെ, so interview is recorded according to the circumstances and preferences. Depending upon the circumstances and preferences, you can record it down and by writing, or even you can use audio video recording ചെയ്യാൻ പറ്റും അല്ലേ. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉപയോഗിച്ചും നമുക്ക് കാര്യങ്ങൾ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യുന്നു, ആ സമയത്ത് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചിട്ട് പിന്നെ വിവരങ്ങളെല്ലാം എഴുതി വച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഓക്കെ, ദെൻ ഓഡിയോ വീഡിയോ നമ്മൾ ഇടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാം? എന്ത് പറ്റും? ഓഡിയോ വീഡിയോ യൂസ് ചെയ്യുകയാണെങ്കിൽ ദ യൂസ് ഓഫ് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഓഫൺ ക്രിയേറ്റ്സ് അൺഈസിനെസ് ടു ദ റെസ്പോണ്ടൻസ് അല്ലേ. എന്നെ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ആക്ട് ചെയ്യും
ശരിക്കും ഉത്തരം പറയില്ല അല്ലേ. സോ ദ യൂസ് ഓഫ് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഓഫൻ ക്രിയേറ്റ്സ് അൺഈസിനെസ് ടു ദ റെസ്പോണ്ടൻസ്. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്താം, പക്ഷേ പ്രതികർത്താക്കൾ അഥവാ റെസ്പോണ്ടൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖം പിന്നെ ഔപചാരികമായി മാറും. അവർ ശരിയായിട്ട് പ്രതികരിക്കണമെന്ന് ഇല്ല. അഭിമുഖം എവിടെ നടത്തുന്നു എന്നതും അഭിമുഖത്തിൻ്റെ മികവിനെ ബാധിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാമിലിയിലുള്ള ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു സ്റ്റഡി നടത്തും. സ്വന്തം വീട്ടിലിരുന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തുവാണ്. ഒരു അമ്മാവിയമ്മയും മരുമോളും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നു. മരുമോളെ വിളിക്കുന്നു. അമ്മാവിയമ്മയുടെ വീട്ടിൽ തന്നെയാണ് മരുമോൾ താമസിക്കുന്നത്. അവിടെ വെച്ച് ഒരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ അമ്മായിമ്മ കേട്ടോണ്ടിരിക്കുക, ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവേഷകൻ ഇന്നങ്ങ് പോവും. അത് കഴിഞ്ഞ് വൈകിട്ട് എടുത്തിട്ട് ഇടിയോ അടിയോ കിട്ടാൻ പോകുന്നത് ഭർത്താവിൻ്റെയും അമ്മാവിയമ്മയുടെയും ആർക്കായിരിക്കും? ഈ സ്ത്രീക്കായിരിക്കും അല്ലേ. അപ്പോൾ അവരപ്പോൾ എന്ത് ചെയ്യും? ആ സാഹചര്യത്തിൽ അവർ ശരിക്ക് ഉത്തരം നൽകണമെന്നില്ല. അപ്പോൾ അഭിമുഖം എവിടെ നടത്തുന്നു എന്നതും അഭിമുഖത്തിൻ്റെ മികവിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. വേർ വി ആർ കണ്ടക്ടിങ് ദി ഇൻ്റർവ്യൂ ആൾസോ അഫക്ട്സ് ദി എഫിഷ്യൻസി ഓഫ് ദി ഇൻ്റർവ്യൂ. ചിലർ അഭിമുഖം അതേപടി എഡിറ്റ് ചെയ്യാതെ പ്രസിദ്ധീകരിക്കുന്നു, മറ്റു ചിലർ എഡിറ്റ് ചെയ്യുന്നു. ആത്മകഥകളും വിഷയത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു വീഡിയോ പോലെ എഡിറ്റ് ചെയ്തിട്ട് അതിനകത്തുകൂടെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയത്. അങ്ങനെ ആത്മകഥകൾ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ വിഷയത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻ്റർവ്യൂവിന് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക, എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം. മറ്റ് ഗവേഷണ രീതികൾക്കൊപ്പം ആണ് ഈ ഗവേഷണ രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇൻ്റർവ്യൂസ് ആർ നോട്ട് മിയർലി യൂസ്ഡ് ഫോർ ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ സപ്ലിമെൻറ്റ് ടു അതർ മെത്തേഡ്സ് അലോങ് വിത്ത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആൻഡ് സർവേ മെത്തേഡ്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് കോൺവെർസേഷൻസ് വിത്ത് ദ കീ ഇൻഫോർമൻസ് ഹെൽപ്സ് ടു ക്ലാരിഫൈ ദ ഫാക്ട്സ്. Similarly, interviews can add depth and detail to the findings of a survey. We already conducted a survey and we need more clarity to the information. Then we can make use of what method? We can make use of interview method. Okay. അപ്പോൾ അഭിമുഖം മറ്റ് ഗവേഷണ രീതികൾക്കൊപ്പം ഉപയോഗിക്കാം. കാര്യങ്ങൾ വ്യക്തതയോട് മനസ്സിലാക്കുവാൻ അഭിമുഖം കൂടി മറ്റ് രീതികൾക്കൊപ്പം നമുക്ക് ഉപയോഗിക്കാം. അഭിമുഖത്തിൻ്റെ വിജയം ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള വിശ്വാസത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ ഇവന് ഇന്ന കാര്യം ചോദിക്കാനാണ് വരുന്നത്, ഞാൻ ഇങ്ങനെ പറയൂ എന്ന് നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആക്ട് ചെയ്യും അല്ലേ. നമ്മൾ ശരിയായിട്ടുള്ള ഒരു ഗവേഷണം അവർക്ക് ഗവേഷണത്തിലൂടെയുള്ള ഒരു കണ്ടുപിടുത്തം അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നല്ല ഒരു ഇൻ്റർവ്യൂ നമുക്ക് നടത്താൻ പറ്റൂ. അപ്പോൾ അവിടെ ഗവേഷകൻ്റെ കഴിവ്, ഇൻ്റർവ്യൂവറിൻ്റെ കഴിവ് വളരെ പരമപ്രധാനമാണ്. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഗവേഷകന് മാത്രമേ നല്ല ഒരു അഭിമുഖം ഉണ്ടാക്കാൻ പറ്റൂ. നല്ലൊരു അഭിമുഖം ഉണ്ടാക്കണമെങ്കിൽ ദ ഇൻ്റർവ്യൂവർ ഓർ ദ റിസർച്ചർ ഷുഡ് ബി വെൽ ട്രെയിൻഡ് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. ആൻഡ് ഇൻ്റർവ്യൂ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സപ്ലിമെൻ്ററി മെത്തേഡ് അലോങ് വിത്ത് അതർ മെത്തേഡ്സ് എന്നുള്ളതും മറക്കണ്ട. അലോങ് വിത്ത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആൻഡ് സർവേ മെത്തേഡ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ 3 മെത്തേഡുകളാണ് പഠിച്ചത്. പങ്കാളിത്ത നിരീക്ഷണം അഥവാ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, അതുപോലെ സർവേ, പിന്നെന്താണ് ഇൻ്റർവ്യൂ അഥവാ അഭിമുഖം. ഓക്കെ, ഇത് 3ഉം പഠിച്ചു വയ്ക്കുക. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. 5 ചാപ്റ്റർ NCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു.